ജെഇ മെയിൻസ് സെഷൻ 1 റിസൾട്ട് വന്നിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് അടിപൊളി മാർക്ക് വാങ്ങിച്ച ഒരു സ്റ്റുഡൻ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. എൻ്റെ പേര് ഹനീൻ ഹംസ. ഞാൻ പൊന്നാനിന്നായിരുന്നു. ഇവിടെ ആൽസ്റ്റോപ്പ നൈറ്റ് സ്കൂൾ റെസിഡൻഷ്യൽ ബാച്ചിൽ സ്റ്റുഡൻ്റാണ്. കോഡ് ബ്ലൂ സ്പെഷ്യലായിട്ട് പറഞ്ഞല്ലേ, കോഡ് ബ്ലൂ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ടായിരുന്നു? കോഡ് ബ്ലൂത്തെ ക്വസ്റ്റ്യൻസ് തന്നെ മിക്കതും എക്സാമിന് വന്നത്. ഓക്കെ, സത്യം അങ്ങനെ തന്നെ അതേമാതിരി വന്നില്ല, കുറച്ച് വാല്യൂസ് മാറ്റിക്കാം. അത് തന്നെ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നത്. ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് അല്ലേ? ഫുൾ അങ്ങനെ. മാത്സ് ഞാൻ നീറ്റ് നോക്കാൻ കാരണം മാത്സ് നോക്കിയില്ല. ആൻഡ് ഫിസിക്സ് കെമിസ്ട്രി എക്സാക്ട്ലി കോഡ് ബ്ലൂ ബേസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. കോഡ് ബ്ലൂ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് അറിയോ? കോഡ് ബ്ലൂ പിന്നെ ഫുള്ള് NCERT ബേസ്ഡ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് ഇതാക്കിക്കുക. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഹാർഡ് വർക്ക് ഇതാക്കിയിട്ട് നല്ല സോർട്ട് ഔട്ട് ചെയ്തിട്ട്. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അറിയാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മുടെ ഈ പ്രാവശ്യം കുട്ടികൾക്ക് പ്രിന്റഡ് കണ്ടന്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത സമയത്ത് ഈവൻ ഞങ്ങൾക്ക് പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ അധ്യാപകരെല്ലാവരും പറഞ്ഞു നമ്മൾ തന്നെ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്താൽ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഫാക്കൽറ്റീസ് ഹാൻഡ് പിക്ഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ കറക്ഷൻസ് നോക്കി എക്സ്പ്ലനേഷൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏകദേശം 10ഓളം ഗൈഡുകൾ റെഫറൻസ് ചെയ്ത് ബാക്കി ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എക്സാം ചെയ്ത് ക്വസ്റ്റ്യൻസ് എഴുതി ഉണ്ടാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് കോഡ് ബ്ലൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോന്നിനും 300 ക്വസ്റ്റ്യൻസ് അല്ലേ കോഡ് ബ്ലൂവിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ ഏരിയയും ടച്ച്ഡ് ആയി എന്നുള്ളതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കോഡ് ബ്ലൂ കുറച്ചുകൂടെ നന്നായി ഫോളോ ചെയ്ത് വേണമെങ്കിൽ നന്നായിട്ട് ഫിസിക്സ് കെമിസ്ട്രിയിൽ ചിലപ്പോൾ വേണമെങ്കിൽ 100% എത്തിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കൂടെ ഉള്ള 2 കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് ഓൾ ഇന്ത്യ ലെവൽ ഫിസിക്സിൽ 100%ലാണ്. ദാറ്റ് മീൻസ് ആ കുട്ടിയാണ് ഓൾ ഇന്ത്യ ലെവൽ ഫിസിക്സിൽ ഫസ്റ്റ്. വേറൊരു സ്റ്റുഡൻറ്റ് ലിബ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് മൻസൂർ എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ആണ്. ലിബ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് കെമിസ്ട്രി 100%. ദാറ്റ് മീൻസ് കെമിസ്ട്രി നമ്മുടെ കോഡ് ബ്ലൂവും അഷഫ് സാറും ബാക്കിയുള്ള ഫാക്കൽറ്റീസും പഠിപ്പിച്ചതിന് മാത്രം തന്നെയാണ് അവർക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. സോ എന്താണ് ഇനി ഫർദർ? ഇപ്പം ബോർഡ് എക്സാം വരാൻ പോവാണ് അല്ലേ? ഇതന്നെ പഠിച്ചതല്ലേ വീണ്ടും വരണേ, പ്രശ്നമല്ലല്ലോ. ആൻഡ് എന്താണ് അത് കഴിഞ്ഞ ഉടനെ ഇനി നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കണം. എന്താ പ്ലാനൊക്കെ? ഞാൻ വെച്ചാല് ടോപ്പിന്റെ ക്രാഷ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ ടോപ്പിന്റെ റിവിഷൻ പ്ലാൻസ് ഉണ്ട്. ഇപ്പൊ ഫെബ്രുവരി അത് റിപ്പീറ്റ് ചെയ്ത റിവിഷൻ പ്ലാൻ. അപ്പം അതില് ആ റിവിഷൻ പ്ലാനിൽ നന്നായി സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന അടിപൊളിയാക്കാവുന്നതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, ഉഷാറാക്കിയിരിക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ നീറ്റ്. താങ്ക് യു സർ.